മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഞെട്ടിക്കുന്ന വാർത്തയാണത്. ഇന്നലെ നമ്മൾ ഈ മർദ്ദന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഡോക്ടർമാർ ഈ മരണത്തെപ്പറ്റി പറയുന്നത് എന്താണ് വിപിൻ? അഷ്മി, വടക്കേമണ്ണയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വടക്കേമണ്ണയിൽ നിന്ന് ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോറിക്ഷ പോകുന്ന വഴി ഒരു 2-3 സ്ത്രീകൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയിൽ സവാരി കയറുന്നതിന് വേണ്ടി ഈ സ്ത്രീകൾ കയറുകയും ചെയ്യുന്നു. ഇതിൽ പ്രകോപിതരായിട്ടുള്ള ബസ്സുകാർ ഈ ഓട്ടോറിക്ഷയ്ക്ക് പുറകെ തന്നെ വരികയും പിന്നീട് ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ബസ് ഇടുകയും അങ്ങനെ അതിലെ ഡ്രൈവറും ക്ലീനറും ഇറങ്ങി വന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മർദ്ദിച്ചതിന് ശേഷം അതിൽ പരാതി കൊടുക്കാനായി അബ്ദുൽ ലത്തീഫ് മലപ്പുറത്തേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ ഉടൻ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ ആ മർദ്ദനം തന്നെയാണോ ഈ ഒരു മരണകാരണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഇപ്പോൾ മോർച്ചറിയിലാണ് അബ്ദുൽ ലത്തീഫിൻ്റെ മൃതദേഹം ഉള്ളത്. ഇവിടുത്തെ ഒരു അദ്ദേഹത്തിൻ്റെ അയൽവാസി ചേരുകയാണ് കൂടെ. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് അറിയുന്നത്? അതെ, ബസ് കയറിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറുകെ ബസ് വന്നിട്ട് അദ്ദേഹത്തെ ചങ്കിൽ പിടിച്ചിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്. ജ്യേഷ്ഠനെ വിളിച്ചിരുന്നു, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, അവരുടെ ചങ്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട്, ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. ആ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ താലൂക്ക് ആസ്പത്രിയിൽ വന്നതാണ്. വന്ന സമയത്ത് അദ്ദേഹം കുഴഞ്ഞു വീണെന്ന് മനസ്സിലായത്. ഇവിടെ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും അഡ്മിറ്റ് ആയിട്ട് വന്നു. ബസ്സേറുണ്ടായിരുന്നു. ബസ്സേർ ഇതേ മരിച്ചു എന്ന് പറഞ്ഞേക്ക് ഞാൻ ആരാ ബസ്സേറെന്ന് ചോദിച്ചപ്പോൾ അവർ പിന്നെ ബസ്സേറും കാണുന്നില്ല. അവർ പിന്നെ പോയതാണ്. അതായത് അബ്ദുൽ ലത്തീഫ് ഇവിടെ വന്ന സമയത്ത് ബസ്സുകാരും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ബസ്സുകാർ ഞാനാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. പിന്നീടാണ് പോയത്. ഞാൻ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്നെ നെയ്ബറാന്ന് മനസ്സിലായി. അപ്പോൾ ആളുകൾക്ക് വിവരം കൊടുത്തപ്പോഴേക്ക് എന്നെ ബസ്സേരം പോയി. അതായത് ഈ മർദ്ദനമേറ്റതിന് ശേഷം ഈ ആശുപത്രിയിലേക്ക് എത്തി. ആ സമയത്ത് തന്നെ കുഴഞ്ഞു വീണു, പിന്നീട് മരണപ്പെടുകയായിരുന്നു അല്ലേ എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്. അതെ, അപ്പോൾ കൂടുതൽ വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും ഈ വടക്കേമണ്ണ എന്നുള്ളൊരു സ്ഥലത്ത് വെച്ച് ബസ് 1 കിലോമീറ്റർ ഈ ഓട്ടോറിക്ഷയെ പിന്തുടരുകയും ഓട്ടോറിക്ഷയിൽ സവാരിക്ക് ആളെ കയറ്റിയതിൽ പ്രകോപിതരായി ലത്തീഫിനെ മർദ്ദിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ആ ഒരു മർദ്ദനത്തിന് ശേഷം ആശുപത്രിയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് തന്നെ കുഴഞ്ഞു വീഴുന്നു, ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ നമുക്ക് കാണാം അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ കൂടി നിൽക്കുകയാണ്. ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്തായാലും അദ്ദേഹം മടക്കം പോയപ്പോൾ, കാലിവണ്ടി മടക്കം പോയപ്പോൾ 2 ആളുകൾ കൈ കാണിച്ചപ്പോൾ അദ്ദേഹം മടക്കത്തിൽ ആളെ കയറ്റി എന്നുള്ളതാണ്. അതിൽ പ്രകോപിതരായിക്കൊണ്ട് പ്രൈവറ്റ് ബസ് ജീവനക്കാർ അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറക്കി മർദ്ദിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ പിന്നെ അവരുടെ പ്രാഥമികമായിട്ട് ഒരു ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക്? അല്ലാതെ ഇങ്ങനെ അത്യാവശ്യം ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ മരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തും. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സഹോദരനും ഞങ്ങളുടെ നാട്ടുകാരനും ഒരാൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള പ്രൊസീജിയർ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കടക്കാൻ അറിയാൻ കഴിയും. ഏകദേശം 1 കിലോമീറ്ററോളം ഈ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയെ പിന്തുടർന്നു എന്നാണോ? ഏകദേശം കേട്ടിടത്തോളം അങ്ങനെയാണ്. വടക്കേമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ബസ്സിനെ അംഗീകരിച്ച ബസ്സുകാരുടെ ഔദ്യോഗിക സ്റ്റോപ്പിൽ നിന്നല്ല അദ്ദേഹം ഓട്ടോയിൽ ആളെ കയറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന ഒരു പോയിന്റ്. മറ്റൊന്ന് പിന്നെ ബസ് ഈ ഓട്ടോനെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് ഈ ഓട്ടോയെ ബ്ലോക്ക് ചെയ്തിട്ട് ഇദ്ദേഹത്തെ സീറ്റിൽ നിന്ന് വലിച്ചിറക്കി ബസ്സിലെ കണ്ടക്ടറും മറ്റു സ്റ്റാഫും കൂടി ആക്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ക്രൂരമർദ്ദനത്തിനിരായതായിരിക്കാം കാരണം എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി പറയാൻ പറ്റുള്ളൂ. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം വളരെ അയൽവാസിയാണ്. എവിടെയാണ് ഓട്ടോറിക്ഷ ഓടുന്നത്? എവിടെയാണ്? കോഡൂരാണോ? ഒതുക്കുങ്ങൽ സ്റ്റാൻഡിലാണ്. കാലങ്ങളായിട്ട് ഒതുക്കുങ്ങൽ ഓടുന്ന ഓട്ടോ ഡ്രൈവറാണ്. എല്ലാവർക്കും പരിചയക്കാരനായ ഒരു ഓട്ടോക്കാരനാണ്. സൗമ്യനായ ആളായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പക്ഷേ ഇത്രയും കാലം ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിൽ കാര്യമായൊരു സമ്പാദ്യം ഒന്നുമില്ല. അഷ്മി, അപ്പോൾ ഒതുക്കുങ്ങലാണ് ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്ഥലം. അപ്പോൾ വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. എന്ത് പ്രശ്നത്തിൻ്റെ പേരിൽ കോഡൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ചിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറെ നാട്ടുകാർ പറയുകയാണ്. കാലുകൊണ്ട് തിരികെ വന്നപ്പോൾ ആളെ എടുത്തു എന്നുള്ളതാണ് പ്രകോപനത്തിന് കാരണമായത്. ബസ്സിൽ നിന്ന് ഇറങ്ങി മർദ്ദിച്ചു. നല്ല ഹെൽത്തിയായ ആളാണ്. അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കേണ്ടതല്ല. മരണകാരണം ഈ ക്രൂരമായ മർദ്ദനം തന്നെയാണ് നാട്ടുകാർ പറയുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോഴാണ് അതിന് കൃത്യമായ കാരണം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണത്.